الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا، وأشهد أن محمدا عبده ورسوله بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وتركنا على البيضاء ليلها كنهارها لا يزيغ عنها إلا هالك، صلى الله عليه وعلى آله وأزواجه وأصحابه الطيبين الطاهرين وسلم تسليما مزيدا إلى يوم الدين. أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നമ്മൾ 13 ആയത്തുകളാണ് ഇതുവരെ പറഞ്ഞത്. ഇനി 14ാമത്തെ ആയത്ത് തൊട്ട് നമുക്ക് വായിക്കാം. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫസിഹി وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പ് അഥവാ 13ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫി വറഖീം, കഹ്ഫിന്റെയും റഖീമിന്റെയും ആളുകൾ, ഗുഹാവാസികളായിരുന്ന ആ 7 പേര്, അതുപോലെ തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്ന അവരുടെ കെൽബ്, നായ, അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചുള്ള എല്ലാ വിവരണങ്ങളും എഴുതിയിട്ടുള്ള ആ ഫലകം, ഇത് ഒരു വലിയ അത്ഭുതമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഒരു വലിയ ആയത്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയാത്തുകളിൽ അവന്റെ സൃഷ്ടികൾക്ക് സത്യം വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളിൽ ഒരു സാധാരണ ദൃഷ്ടാന്തം മാത്രം. ഇതിലും വലുതും ഇതുപോലുള്ളതും അനേകം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, ചക്രവാളങ്ങളിൽ, അവരുടെ ആത്മാക്കളിൽ തന്നെയും. ആ അസ്ഹാബുൽ കഹ്ഫി വറഖീമിനെ സംബന്ധിച്ച് ആദ്യം ഒറ്റ വാക്കിൽ, ഒരു വചനത്തിൽ കാര്യം ചുരുക്കി പറഞ്ഞു, പിന്നെ ഒന്നുകൂടി വിശദീകരിച്ചു. പിന്നെ അതിനുശേഷം അതിന്റെ ഗുണപാഠങ്ങൾ, കുറെ കൂടെ ഗുണപാഠങ്ങൾ നമുക്ക് ലഭിക്കാൻ ഉതകുന്ന വശങ്ങളിലേക്ക് വളരെ ആമായിട്ട് പറഞ്ഞു, പിന്നെ കുറച്ച് ഹാസായിട്ട് പറഞ്ഞു, പിന്നെ കുറച്ചും കൂടി അഹസ്സായിട്ട്, കുറേം കൂടെ മോർ പർട്ടിക്കുലർ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അത്രേ നമ്മൾ പറഞ്ഞു. എന്നിട്ട് പറയുന്നു, അള്ളാഹു പറയുന്നു, വറബത്നാ അലാ ഖുലൂബിഹിം. റബത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധിച്ചു എന്നാണ് വാക്കിന്റെ അർത്ഥം. അവരുടെ ഹൃദയങ്ങൾ അത് നാം ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ, ഹൃദയം എന്ന് പറയുന്നത് ആരുടെയും നിയന്ത്രണത്തിലല്ല. അത് ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ 2 ഇസ്ബഅുകൾക്കിടയിലാണ്. അവൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് അവൻ അതിനെ തിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം തെറ്റാതെ, വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റാതെ നേർവഴിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ശ്രമം, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാൻ, അത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് അസ്ബാബുകളും, അതിന് അള്ളാഹ് പറഞ്ഞിട്ടുള്ള അസ്ബാബുകൾ എടുക്കണം, അതേ സന്ദർഭത്തിൽ തന്നെ അസ്ബാബുകളിൽ ഇഅ്തിമാദ് ചെയ്യാൻ, അതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കാൻ പാടില്ല. അള്ളാഹുവിനോട് സഹായം ചോദിക്കണം, അവനിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കണം. അതുകൊണ്ടാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണം, ഞങ്ങളുടെ ഹൃദയത്തെ
നിനക്കുള്ള ത്വാഅത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണം, അതിൽ ആ ത്വാഅത്തിൽ തസ്രീഫ് ചെയ്യണം എന്നെല്ലാം ദുആ വന്നിട്ടുള്ളത്. സൂറത്ത് ആലു ഇംറാനിലും റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയതിന് ശേഷം പിന്നെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബേ നീ വളക്കല്ലേ, തിരിക്കല്ലേ, തെറ്റിച്ച് കളയല്ലേ. കാരണം ഹൃദയം അങ്ങനത്തെ ഒരു കാര്യമാണ്. ഇവര് ചെയ്തത് ശരിയായിരുന്നു. എന്താണ് അവർ ചെയ്തത്? അത് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള സബബ് അവർ കൈക്കൊണ്ടു. ആ സബബ് എന്തായിരുന്നു? ആ സബബ് അവരുടെ അദിയാനുകളെയും അവരുടെ അജ്സാദുകളെയും അവരുൾക്കൊള്ളുന്ന ദീൻ, അതുപോലെ തന്നെ അവരുടെ ശരീരം, അത് രണ്ടും സംരക്ഷിക്കുന്നതിന് വേണ്ടി മുഫാറഖത്തുൽ കുഫാർ, കുഫാറുകളായിരുന്ന ആളുകളെ അവർ വേർപിരിയാൻ തയ്യാറായി. കാരണം അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവർക്ക് അവരുടെ ദീൻ നിലനിർത്താൻ സാധ്യമല്ല. ഒന്നുകിൽ ദീൻ വിടണം, എന്നാൽ അവിടെ നിൽക്കാം. ദീൻ പോയി ജസദ് കിട്ടിയിട്ട് ശരീരം കിട്ടിയിട്ടൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ജസദും സംരക്ഷിക്കണം. ജസദില്ലാതെ ദീൻ കിട്ടിയാലോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ജസദ് നിലനിൽക്കുമ്പോഴാണ് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ, അവന് ത്വാഅത്ത് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാവുകയുള്ളൂ. അതുകൊണ്ട് രണ്ടും വേണം. അതിനുവേണ്ടി മുഫാറഖത്തുൽ കുഫാരി ജസദൻ വദീന, ജസദ് കൊണ്ടും ദീന് കൊണ്ടും അവര് കുഫാറുകളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് വേറെ പോന്നു. അത് അവർ ചെയ്തിട്ടുള്ള സബബ്, അതിനുള്ള നിമിത്തങ്ങൾ നമ്മൾ കൈക്കൊണ്ടു എന്നതുകൊണ്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. ആ നിമിത്തങ്ങൾ കൈകൊണ്ട് അതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുക എന്നുള്ളത് അത് തവക്കുലില്ലാത്ത, തൗഹീദ് മനസ്സിലാകാത്ത, തഖ്ദീർ അള്ളാന്റെ ഖളാ ഖദറിനെ കുറിച്ചറിയാത്ത ഒരാളെ അങ്ങനെ പോവുള്ളൂ. മറിച്ച് തൗഹീദുള്ള, തഖ്ദീർ മനസ്സിലാക്കിയ, തവക്കുലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സബബുകൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തില്ല. അതേ സമയത്ത് അതോടൊപ്പം യൽതജിഉ ഇലല്ലാഹി സുബ്ഹാന, അള്ളാഹുവിലേക്ക് ഇൽത്തിജാ ചെയ്യും. എല്ലാ കാര്യം അവനെ ഭരമേൽപ്പിച്ച് അവനോട് സഹായം ചോദിച്ച് അവനിലാണ് ആശ്രയം കണ്ടെത്തുക. ഇത് രണ്ടും അവർ ചെയ്തു. അതിനുള്ള സബബ് എടുത്തു. എന്നിട്ട് അള്ളാഹുവിൽ ഇഅ്തിമാദും ഇൽത്തിജാവും ഇസ്തിആനത്തും നടത്തി. അപ്പോഴാണ് ഫസിദ്നാഹും ഹുദ, ഇവർ നേർവഴിയിലായതുകൊണ്ട് അവർക്ക് ഇൽമുൻ നാഫിഉം അമലുൻ സ്വാലിഹുമാകുന്ന ഹുദ, പ്രയോജനപ്രദമായ വിജ്ഞാനവും അതുപോലെ അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമാകുന്ന അമലുകളും അവർക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് മാത്രമല്ല, പിന്നെ ഇനി അവർ തെറ്റാതിരിക്കാൻ വേണ്ടി വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തെ നാം ബന്ധിപ്പിച്ചു. അങ്ങോട്ട് ചാഞ്ചാടുന്നില്ല, ഇങ്ങോട്ട് ചാഞ്ചാടുന്നില്ല, സന്ദേഹങ്ങൾ അവരെ പിടികൂടുന്നില്ല, ശക്ക് അവരെ ബാധിക്കുന്നില്ല, അവർ ഹഖിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് തസ്ബീത്ത് ചെയ്തു കൊടുത്തു എന്നാണ് അതിന്റെ ഉദ്ദേശം വരിക. റബത്നാ അലാ ഖുലൂബിഹിം വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. അവരുടെ ഹൃദയത്തിന്മേൽ നാം ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ലാ യംനതൻ വലാ ശംനതൻ, വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞു പോകാതെ, തെറ്റിപ്പോകാതെ, സിറാത്തും മുസ്തഖീമിൽ, ജാദ്ദയിൽ, ശരിയായ വഴിയിൽ ഉറച്ചു നിൽക്കാവുന്ന വിധം അവരുടെ മനസ്സിനെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തി കൊടുത്തു. എപ്പോഴാണ് അള്ളാഹു ചെയ്തു കൊടുത്തത്? ഇത് ഖാമു, അവര് നിലകൊണ്ട സന്ദർഭത്തിൽ. അതൊരു വല്ലാത്ത മൗഖിഫാണ് അവരുടേത്. ഈമാൻ പരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ സ്വന്തം നാട്, സ്വന്തം ജനങ്ങൾ, അവിടുത്തെ അധികാരികൾ എല്ലാവരെയും അവരൊക്കെ തെറ്റിച്ച് ജീവൻ അപകടപ്പെടും എന്നുള്ള ഘട്ടത്തിൽ അവര് വല്ലേ താഗൂത്തുകൾക്ക് ദബ്ഹ് ചെയ്യണം, അസുനാമുകൾക്ക് ഇബാദത്ത് ചെയ്യണം, വിഗ്രഹങ്ങൾക്ക്, ബിംബങ്ങൾക്ക് ആരാധന നടത്തണം, അവരുടെ വ്യാജദൈവങ്ങൾക്ക് ബലി നൽകണം. അത് നൽകാൻ തയ്യാറില്ലെങ്കിൽ കൊന്നുകളയുക എന്നതാണ് ലിഖിയാനൂസ് രാജാവിന്റെ അന്നത്തെ ഉത്തരവ്, അതാണ് കൽപ്പന, അതാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടി ആ നിലക്ക് അവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് അവരവരുടെ സ്റ്റാൻഡ് എടുത്തു, ഉറച്ച സ്റ്റാൻഡ് എടുത്തു. ഒരിക്കലും അതിന് ഞങ്ങൾ ഒരുക്കല്ല, ദീന് വിട്ടിട്ടുള്ളൊരു കളി ഇല്ല. ആ മൗഖിഫാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് ഫഖാലു, അവര് പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. ഈ പറഞ്ഞ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന, നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിന്റെ ഒരു വലിയ അസുര അതിലുണ്ട്. അത്
പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്താണ് എന്ന് ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർ പറഞ്ഞു, അവർ പ്രഖ്യാപിച്ചു. അവരുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് അവരുടെ ഇടയിൽ ചർച്ച ചെയ്തു. അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കി അവർ പ്രഖ്യാപിച്ചു. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഇവര് നമ്മളോട് ഇബാദത്ത് ചെയ്യാൻ പറയുന്ന വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ബിംബങ്ങളോ അതൊന്നും അല്ല നമ്മുടെ റബ്ബ്. നമ്മളോട് ദബഹ് ചെയ്യാൻ, ബലി നൽകാൻ വേണ്ടി ഇവർ പറയുന്ന ഈ വ്യാജ ദൈവങ്ങൾ ഒന്നുമല്ല, താകൂത്തുകൾ ഒന്നുമല്ല നമ്മുടെ റബ്ബ്. നമ്മുടെ റബ്ബ് റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഖാലിഖും മാലിക്കും മുദബ്ബിറുമായിട്ടുള്ളവനാണ്. ആകാശങ്ങൾ അഥവാ ഉപരിലോകങ്ങൾ, ഭൂമി കീഴ്ലോകങ്ങൾ, അങ്ങനെ മുഴുവൻ പ്രപഞ്ചത്തെയും മുഴുവൻ സൃഷ്ടിപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു, ഉടമപ്പെടുത്തി, നിയന്ത്രിക്കുന്നു, പരിപാലിക്കുന്നു. അങ്ങനെ റുബൂബിയ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും, ആ റുബൂബിയ്യത്തിന്റെ എല്ലാ മആനികളും, എല്ലാ ആശയങ്ങളും ആർക്ക് അവകാശപ്പെട്ടവനാണോ ആ റബ്ബ്, അവനാണ് ഞങ്ങളുടെ റബ്ബ്. അവനെ ഞങ്ങൾ റബ്ബായിട്ട് കാണൂ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവ് ഉടമസ്ഥനുമായിട്ടുള്ള ആ അല്ലാഹു, അവനാണ് ഞങ്ങളുടെ റബ്ബ്. ആ റുബൂബിയ്യത്ത് ആദ്യം അങ്ങോട്ട് ഉറപ്പിച്ചു. ആ റുബൂബിയ്യത്തിനെ എന്നിട്ട് പറഞ്ഞു ലൻ നദ്ഉവ മിൻ ദൂനിഹി, ആ റബ്ബിന് പുറമെ വേറെ ഒരുത്തനോടും ഞങ്ങൾ ഇബാദത്ത് ചെയ്യില്ല. ലാ ദുആ ഇബാദ വലാ ദുആ മസ്അല. ആ റബ്ബിനെ, അല്ലാഹനെ, ഏകനായ സൃഷ്ടാവ്, ഏകനായ ഉടമസ്ഥൻ, ഏകനായ നിയന്താവ്, ഏകനായ പരിപാലകൻ, ആ അല്ലാഹുവിനെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരുത്തന് ഇബാദത്തിന്റെ ഒരു കണിക, ഒരു അംശം നൽകാൻ ഞങ്ങൾ തയ്യാറില്ല. ഇവിടെ നമ്മൾ ആലോചിക്കുക, വലനാ വിഖ്ഫ മഅ ഹാദിഹിൽ ആയ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള, സമർത്ഥിച്ചിട്ടുള്ള തൗഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സമർത്ഥിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെളിവ് ഇങ്ങനെയാണ്: അള്ളാഹ്ക്ക് മാത്രമാണ് ഇബാദത്തിന് അവകാശമുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ന്യായമായും ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവൻ, ഇബാദത്തിന് തരപ്പെട്ടവൻ, ഇബാദത്തിന് അവകാശപ്പെട്ടവൻ ആരുമില്ല, അള്ളാഹ് മാത്രമുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനുള്ള തെളിവ് എന്താണ്? അതിനുള്ള തെളിവ് അള്ളാഹിന്റെ കലാമിൽ ഏറ്റവും അധികം ആവർത്തിച്ചിട്ടുള്ളത് ഈ കാര്യമാണ്. റുബൂബിയ്യത്തിനെയാണ് അവര് ഉലൂഹിയ്യത്തിനുള്ള തെളിവായി സ്വീകരിക്കുക, അള്ളാഹ് തെളിവായിട്ട് വെച്ചിട്ടുള്ളത്. അത് എല്ലാ സാദാത്തുൽ ഔലിയ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്തിട്ടുള്ള സാദാത്തുകൾ, മഹാന്മാർ, അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, എല്ലാവരും അള്ളാഹ് മാത്രമാണ് മഅബൂദു ബിഹഖ്ഖിൻ, ഹക്കായ നിലക്ക് ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവൻ എന്നതിനുള്ള തെളിവ്, ആദ്യത്തെയും അവസാനത്തെയും ഏറ്റവും വലുതുമായ തെളിവ് റുബൂബിയ്യത്താണ്. ഖുർആനിൽ ഈ വിഷയത്തിലേക്ക് അള്ളാഹ് എത്തുന്ന ആദ്യത്തെ സന്ദർഭം സൂറത്തുൽ ബഖറയിൽ നിങ്ങൾക്കറിയാം, 20-ാമത്തെ ആയത്തോ മറ്റോ ആണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മൊത്തം ജിന്ന് ഇൻസ് വർഗത്തെ യാ അയ്യുഹന്നാസ്, നാസ് എന്നുള്ള പ്രയോഗത്തിൽ ജിന്നും ഇൻസും പെട്ടിട്ടുണ്ട് അവിടെ. അതുപോലുള്ള അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ള അവന്റെ തക്ലീഫ് ബാധകമായ ആളുകൾക്കൊക്കെ ബാധകമാകുന്ന തരത്തിൽ നാസ് എന്നാണ് പദം പ്രയോഗിച്ചതെങ്കിലും എല്ലാവരും അതിൽ ഉൾപ്പെടുന്നു. അതിനാണെന്നോ പെണ്ണെന്നോ ചെറുതെന്നോ വലുതെന്നോ കറുത്തതെന്നോ വെളുത്തതെന്നോ കിഴക്കൻ നാട്ടിലുള്ളവർ, പടിഞ്ഞാറൻ നാട്ടിലുള്ളവര്, അടിമ ഉടമ, ഒരു വ്യത്യാസമല്ല, മുഴുവനും തക്ലീഫ് ബാധകമാകുന്ന എല്ലാവരെയും അഭിസംബോധന. എന്നിട്ട് പറഞ്ഞു ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ഉഅ്ബുദൂ ആദ്യം കൽപ്പന കൊടുത്തു, ഇബാദത്ത് അഥവാ ഏകനായിട്ടുള്ള ഒരുവൻ ആരാധിക്കണം. ആ ഒരുവൻ ആരാണ്? റബ്ബാണ്. അതിൽ തന്നെ അതിന്റെ തെളിവ് വന്നു, റബ്ബിനാണ് ഇബാദത്ത് അർഹപ്പെട്ടത്. അപ്പോ ഉലൂഹിയ്യത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് അക്ബറു ദലീലിൻ അലൽ ഉലൂഹിയ്യ, ഉലൂഹിയ്യത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് ഖുർആനിൽ അല്ലാഹു പറയുന്നത്, സാദാത്തുക്കൾ മനസ്സിലാക്കി വന്നിട്ടുള്ളത് അത് റുബൂബിയ്യത്താണ്. റുബൂബിയ്യത്ത് അല്ലാഹ്ക്ക് മാത്രമാണെങ്കിൽ പിന്നെ ഉലൂഹിയത്തിൽ മാത്രം ബാക്കിയുള്ളവരെ പങ്കു ചേർക്കുക എങ്ങനെ? ഉലൂഹിയത്ത് അല്ലാത്തവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുക? ഇതല്ലേ ഖുർആനിൽ ആവർത്തിക്കപ്പെടുന്ന പ്രതിപാദന രീതി? അത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കാണ്. അള്ളാഹ് ജസാ നൽകട്ടെ. എന്താണ് ബഷീർ, ഇന്നലെ നമ്മളെ ബഷീർ പുത്തൂര് ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു സ്ഥലത്ത്
ഖുർആന്റെ രചനാശൈലി എന്ന് എന്റെ നാവിന്റെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ തന്നെ അവതരണ ശൈലി എന്നാക്കി മാറ്റുകയും ചെയ്തു. അതെന്നെ ഉണർത്തി. ജസാഹുല്ലാഹു ഖൈർ. അങ്ങനെയാണ് വേണ്ടത്. അത് എന്റെ ദോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ന്യായീകരിക്കാനല്ലല്ലോ. അത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അത് ഒരു സൃഷ്ടിയാണോ, രചിക്കുക എന്നൊക്കെ പറയുമ്പോൾ സൃഷ്ടി അള്ളാന്റെ സൃഷ്ടിയായിട്ട് അതിനെ തോന്നിപ്പിക്കും. അങ്ങനെ ഒരു ധ്വനി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഉടനെ തന്നെ വാക്ക് അപ്പം തന്നെ മാറ്റിയിരുന്നു. അവതരണ ശൈലി എന്ന് മാറ്റിയിരുന്നു. അത് ബഷീറിന്റെ ശ്രദ്ധയിലുണ്ടാവും. പക്ഷെ ബഷീറിനോ അല്ലാത്ത വേറെ ആർക്കോ ഇങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ സൃഷ്ടിയാണ് എന്ന തോന്നലുണ്ടാകുമെങ്കിൽ ഞാൻ ആ വിശ്വാസക്കാരനല്ല. എന്റെ അടുക്കൽ പറ്റിപ്പോയ, നാവിൽ പറ്റിയിട്ടുള്ള സ്ലിപ്പ് ഓഫ് ടങ് ആണ്, നാവിൽ സംഭവിച്ചിട്ടുള്ള ഒരു അബദ്ധമാണ്. അള്ളാഹ് പുറത്തു തരട്ടെ. അത്ര മാത്രമേ പറയാനുള്ളൂ. അത് ഖുർആൻ ഒരിക്കലും സൃഷ്ടിയല്ല. കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ് മിൻഹു ബദഅ വഇലൈഹി യഊദ്. ഇതാണ് അഹ്ലുസുന്നന്റെ അഖീദ. അതാണ് ഞാൻ സ്വീകരിക്കുന്ന അഖീദ. അലൈഹി അഹ്യാ വ അമൂതു ഇൻഷാ അല്ലാഹ്. അതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ തുടരുന്നത്. ആ വിശ്വാസത്തിൽ തന്നെ മരിച്ചു പോകാനാണ് ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. അപ്പൊ അതങ്ങനെ എന്റെ അടുക്കൽ പറ്റിപ്പോയൊരു വാക്കിൽ പറ്റിയൊരു അപ്പൊ തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. അപ്പം തന്നെ ഞാനത് അവതരണ ശൈലി എന്നാക്കിയിട്ടുണ്ട്. രചനാ ശൈലി എന്ന് പറയുമ്പോ ഈ പറഞ്ഞതുപോലെ അതിനങ്ങനെ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള ഒരു പ്രയോഗമാണ്. ഏതായിരുന്നാലും ശരി, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ അപ്പൊ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം തരപ്പെട്ടതാണ്. അതിനുള്ള തെളിവ് അള്ളാഹ് മാത്രമാണ് റബ്ബ്. സൃഷ്ടിക്കാൻ അവനല്ലാതെ വേറൊരാളില്ല, വേറൊരു പങ്കാളിയില്ല, വേറൊരു സഹായില്ല. അല്ലെങ്കിൽ ഒരു അള്ളാഹിനെ പോലെ സൃഷ്ടിക്കുന്ന വേറൊരു സൃഷ്ടാവില്ല. അള്ളാഹ് നടത്തിയ സൃഷ്ടിപ്പിൽ അവന്റെ കൂടെ പങ്കുചേരുന്ന ഒരു ശരീക്കില്ല. അല്ലെങ്കിൽ അവനെ പോലെ ഇതിന്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെടാവുന്ന വേറൊരാളില്ല. ഉടമസ്ഥതയിൽ പങ്കുചേരുന്ന ഒരാളില്ല. അവന്റെ അടുക്കൽ ശുപാർശ പറഞ്ഞ് അവന്റെ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ശുപാർശ പറഞ്ഞ് കാര്യം നേടാവുന്ന ഒരു ശുപാർശക്കാരൻ പോലുമില്ല. ഇങ്ങനെ ഇതെല്ലാം അവൻ മാത്രമാണെങ്കിൽ ഇതൊക്കെ എല്ലാ ഈ സൃഷ്ടിപ്പും ഉടമപ്പെടുത്തലും അതുപോലെ തന്നെ പരിപാലിക്കലും അതുപോലെ തന്നെ നിയന്ത്രിക്കലും തുടങ്ങിയിട്ടുള്ള എല്ലാം ചെയ്യുന്നത് അള്ളാഹ് മാത്രമാണെങ്കിൽ അള്ളാഹിന്റെ കൂടെ ആരാധനന്റെ കാര്യം വരുമ്പോ അള്ളാഹ്ക്ക് പുറമെ വേറുള്ളവരെയും കൂടെ വേണോ നിങ്ങൾക്ക്? ഇത് ഖുർആനിൽ അള്ളാഹ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമല്ലേ? അപ്പൊ ഈ പോയിന്റ് ഇന്ന് ക്ലാസ് കഴിഞ്ഞു പോയാലും മനസ്സിൽ തങ്ങേണ്ട ഒരു സംഗതി, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയുന്നു. ആ ഉലൂഹിയത്ത് അഥവാ ആരാധ്യത അള്ളാഹ്ക്ക് മാത്രമാണ് എന്ന് പറയുന്നതിനുള്ള തെളിവെന്താണ്? അതിനുള്ള ഷാഹിദ് എന്താണ്? അതിനുള്ള ദലീൽ എന്താണ്? അതിനുള്ള ഹുജ്ജത്ത് എന്താണ്? അതിനുള്ള ബുർഹാൻ എന്താണ്? അതിനുള്ള ന്യായവാദം എന്താണ്? അതിനുള്ള ന്യായവാദം റുബൂബിയത്ത് അള്ളാഹ്ക്ക് മാത്രമാണ്. സൃഷ്ടിച്ചത് അവൻ മാത്രമാണ്, ഉടമപ്പെടുത്തുന്നത് അവൻ മാത്രമാണ്, പരിപാലിക്കുന്നത് അവൻ മാത്രമാണ്, നിയന്ത്രിക്കുന്നത് അവൻ മാത്രമാണെങ്കിൽ പിന്നെ അങ്ങോട്ട് കടമ നിറവേറ്റുമ്പോൾ അവന് പുറമെ വേറെ ഏതെങ്കിലും സൃഷ്ടിക്കും കൂടിയും കുറച്ച് ഓരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇലാഹും അല്ലാഹ്, അള്ളാന്റെ കൂടെ വേറെ ഇലാഹു വേണോ? ഈ വസ്തുത ഇത് അമ്പിയാക്കന്മാര് ആവർത്തിച്ചു കൊണ്ടിരുന്ന അവരുടെ സമർത്ഥന രീതിയാണ്. ഇത് ഗ്രന്ഥങ്ങളായ അള്ളാഹ് ഇറക്കിയ ഗ്രന്ഥങ്ങളിലെല്ലാം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള സമർത്ഥന രീതിയാണ്. ഈ ഖുർആനിന്റെ ആദിമധ്യാന്ത ഘട്ടങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഈ മഹത്തായ ഗ്രന്ഥത്തിൽ എല്ലായിടത്തും ഉലൂഹിയത്തിനെ അള്ളാഹു സമർത്ഥിക്കുന്ന അതിന് പറയുന്ന ഹുജ്ജത്ത്, അതിനുള്ള ബുർഹാനതാണ്. അത് ബുർഹാനതാണ്. എന്നാ അള്ളാഹ് അല്ലാത്ത വേറൊരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹു അല്ലാത്ത വേറൊരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ എന്തെങ്കിലും തരത്തിലുള്ള ന്യായമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് അള്ളാഹ് ഇറക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു തെളിവ് അള്ളാഹ് ഇറക്കിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അധികം അത്ഭുതം തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും അധികം അത്ഭുതം തോന്നുന്ന ഒരു കാര്യം അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്ഥലത്ത് ഞാൻ തൗഹീദ് വിശദീകരിച്ചു, തവസ്സുൽ ഇസ്തിഗാസയെ കുറിച്ച് വിശദീകരിച്ചു, ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം നടത്തി പിന്നെ അതിനെ തുടർന്ന് ഖണ്ഡനങ്ങളും അങ്ങനെ വീണ്ടും ഖണ്ഡനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അവിടെയുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു നാടൻ മനുഷ്യൻ പിന്നെ അതിനുശേഷം കുറച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ഞാനൊരു പ്രഭാഷണത്തിന് ചെല്ലുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ തവണ നിങ്ങൾ പറഞ്ഞതിന് ഖണ്ഡനമൊക്കെ ഇവിടെ
കുറെ ആളുകൾ പ്രസംഗിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും എനിക്കതൊന്നും പിടിച്ചിട്ടില്ല. എന്റെ എല്ലാ സംശയവും തീർന്നിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യത്തുമ്പോൾ ഉറപ്പാണ്. എന്താണ് മൂപ്പര് പറഞ്ഞത്? മൂപ്പര് ഉറപ്പിച്ച ഒരു കാര്യം, അള്ളാന്റെ കൂടെ നിങ്ങൾ ഒരുത്തനെയും തന്നെ ദുആ ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും എന്നൊരായത്ത് ഞാൻ അതിന്റെ മുമ്പ് ഞാൻ അവിടെ പ്രഭാഷണം നടത്തുമ്പോൾ ആയത്ത് ഉദ്ധരിച്ചിരുന്നു. അള്ളാഹ്ക്ക് പുറമെ മറ്റുള്ള ഒരുത്തനെ ആരെങ്കിലും ആരാധിക്കുകയോ ദുആ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ആ ചെയ്യുന്ന കാര്യത്തിന് ഫലാ ബുർഹാന ലഹു ബിഹി, അവൻ ആ ചെയ്യുന്ന കാര്യത്തിന് ഒരു ബുർഹാനും ഒരു ന്യായവാദവും ഒരു ന്യായപ്രമാണവും ഒരു തെളിവും ഒരു പ്രമാണവും ഒരു ഹുജ്ജത്തുമില്ല എന്നാണല്ലോ ആയത്തിൽ പറയുന്നത്. അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞൊരു കാര്യം ഖുർആന്റെ അള്ളാഹ് അത്രയും വ്യക്തമാക്കിയ ഒരു കാര്യം പിന്നെ ഇവര് തെളിവ് അത് തെളിവാണ് ഇത് തെളിവാണ് ആ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മഹാൻ പറഞ്ഞിട്ടുണ്ട് ഈ കിതാബ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കുത്തിരിക്കണം മൗലവി എന്ന് ചോദിച്ചു. അല്ലാഹു അക്ബർ. ഒരു നാടനായൊരു മനുഷ്യന്റെ ആ ഒരു തെളിഞ്ഞ ബോധം നിങ്ങൾ നോക്കി. ആ ബോധം അള്ളാഹ് ഓരോ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാണ്ട് ഇട്ടുകൊടുക്കുന്നതാണ്. ഇതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് ഏറ്റവും വലിയ തെളിവുകൾ ഈ രണ്ട് സംഗതി തന്നെയാണ്. ഒന്ന്, റുബൂബിയത്ത് ആർക്കാണ് അവകാശപ്പെട്ടത്? അവന് മാത്രമേ ഉലൂഹിയത്ത് ആരാധന നൽകാൻ പാടുള്ളൂ. എന്നാൽ ആരാധന മറ്റാർക്കെങ്കിലും ജനങ്ങൾ നൽകി പോരുന്നുണ്ടെങ്കിൽ അത് കടുത്ത തെറ്റാണ്. അതിന് ഒരു തെളിവും അവരെ എല്ലാ പാളകിതാബും വെച്ച് പരിശോധിച്ചാലും കിട്ടാൻ പോകുന്നില്ല. ഫലാ ബുർഹാന ലഹു ബിഹി, അത് ഖുർആനിൽ അള്ളാഹു കട്ടായം പറഞ്ഞതാണ്. കാരണം അള്ളാഹ് ഇറക്കിയതല്ലേ ദലീലാകുള്ളൂ. അള്ളാഹ് അങ്ങനെ ഒരു ബുർഹാൻ ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. വിഷയം തീർന്നു, പിന്നെ അത് വലിച്ചു നീട്ടേണ്ടതില്ല എന്ന ഈ കാര്യം, ഈ രണ്ട് വിഷയം ഇവിടെ വന്നു പോയിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ. റുബൂബിയ്യത്ത് അല്ലാഹ്ക്ക് മാത്രമാണ് എന്ന കാര്യം ആദ്യം സ്ഥിരീകരിക്കുന്നു. റുബൂബിയ്യത്ത് അല്ലാഹ്ക്ക് മാത്രമാണെങ്കിൽ അത് തെളിവാണ്. ഉലൂഹിയ്യത്ത് അല്ലാഹ്ക്ക് മാത്രമേ ആകാൻ പാടുള്ളൂ, ആരാധ്യത അവന് മാത്രമേ അവകാശപ്പെടുള്ളൂ എന്നതിന് അത് ഉറച്ച തെളിവാണ്. പിന്നെ ഒരു തെളിവ്, അതിനെ മറികടക്കാവുന്ന ഒരു തെളിവ് അല്ലാഹു ഇറക്കിയിട്ടില്ല താൻ. ലഖദ് ഖുൽനാ ഇദൻ ശതത. അങ്ങനെ അള്ളാഹ്ക്ക് പുറമെ ഒരു ഇലാഹിനെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ ഇലാഹിനോട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ചോദിക്കുകയോ, ദഅ യദ്ഉ എന്ന് പറഞ്ഞാൽ അതിന് ഇബാദത്ത് എന്നാണ് അതിന്റെ അർത്ഥം. ആ ദുആ രണ്ട് നിലക്ക് വരും. ദുആഉ ഇബാദത്തിൻ വ ദുആഉ മസ്സലത്തിൻ. ഇപ്പോ നമ്മള് നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ അത് ദുആണ്, ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദുആണ്, നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദുആണ്. അതൊക്കെ ദുആഉ ഇബാദ. ഇനി നമ്മൾ ഇങ്ങനെയുള്ള ഇബാദത്തുകളോട് ചേർന്നിട്ടോ ആ ഇബാദത്തുകളിൽ നിന്ന് ചേരാതെയോ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു നമ്മുടെ ആവശ്യം. റബ്ബി ഗഫ്ർലി, റബ്ബിർഹംനി, അല്ലാഹുമ്മ ർസുഖ്നി, അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണേ, അള്ളാഹുവേ എന്നോട് നീ റഹ്മത്ത് ചെയ്യണേ, അള്ളാഹുവേ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മുട്ടിക്കാതെ നീ എനിക്ക് നൽകണമേ. ഇത് നമ്മൾ ചോദിക്കുന്ന ദുആഉ മസ്സല. ഇങ്ങനെയുള്ള അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാകട്ടെ, അള്ളാഹ്ക്ക് നമ്മൾ ചെയ്യുന്ന ഇബാദത്താകട്ടെ, അത് രണ്ടിനെയും ഉൾക്കൊള്ളുന്നതാണ് ദഅ യദ്ഉ എന്ന പദം. ആ ദുആ എന്ന് പറഞ്ഞാൽ ദുആഉ ഇബാദത്തും പെടും, ദുആഉ മസ്സലത്തും പെടും. അങ്ങനെ അല്ലാത്തവർക്ക് ഞങ്ങൾ ഇബാദത്ത് കൊടുക്കുകയോ അല്ലാത്ത മറ്റൊരാളോട് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യം ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലഖദ് ഖുൽനാ ഇദൻ ശതത, ഞങ്ങൾ ഏറ്റവും വലിയ ശതത്ത് പറഞ്ഞവരാകും. ശതത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുത്ത അന്യായം എന്നാണ് ഇതിന് ഒരു മലയാളത്തിൽ പറയാൻ പറ്റുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ മൈലുൻ അളീമുൻ അനിൽ ഹഖ്, സത്യത്തിൽ നിന്ന് ചെറിയ രൂപത്തിൽ നിന്നുള്ള ഒരു വ്യതിയാനമല്ല, ഒരു ഭയങ്കരമായ വ്യതിയാനം, പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത. കാരണം ഖാലിഖും മാലിക്കും മുദബ്ബിറുമായവൻ അല്ലാഹ് മാത്രമാണ്. അതുകൊണ്ട് അവന് മാത്രമേ ആരാധന കൊടുക്കാൻ പാടുള്ളൂ. ആരാധന വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്നതിന് അവന് യാതൊരു ഹുജ്ജത്തും ഇറക്കിയിട്ടില്ല എന്നുള്ള കാര്യം അവൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നിരിക്കെ വേറെ ആരെങ്കിലും സൃഷ്ടികളോട് അവരാരാധിക്കുകയോ അവരോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ തെറ്റുന്ന വഴികേട് ചെറുതല്ലല്ലോ, അത് ഏറ്റവും വലിയ ശിർക്കാണ്. ശിർക്കുൻ അക്ബർ മുഖ്രിജുൻ മിനൽ മില്ല മുഖല്ലിദുൻ സാഹിബഹു ഫിന്നാർ. അത് വലിയ ശിർക്കാണ്. അത് ചെയ്ത ആള് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകും. അങ്ങനെ ചെയ്ത് ജീവിച്ച മനുഷ്യൻ ആ നിലയിൽ മരണപ്പെട്ടാൽ ഖിയാമത്ത് നാളിൽ നരകത്തിൽ അയാൾ ശാശ്വതനുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ ശഫത്ത് ചെയ്ത ആളുകളായി പോകും എന്നിവർ പറയുകയും ചെയ്തു. ഇതാണ് ഇവരുടെ നിലപാട്. ആ നിലപാട് വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല
അതിനനുസരിച്ച് അവർക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചും കൊടുത്തു. എന്നിട്ട് അതിനെ തുടർന്ന് ഇവർ പറയുന്നു ഹഉലാഇ ഖൗമുൻ ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ. ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം അതിവിടെ വരുന്നു. ഹഉല ഇവര് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൗമുന, ഞങ്ങളുടെ ജനത, ഞങ്ങൾ ജനിച്ചു വളർന്ന ഞങ്ങളുടെ ചുറ്റുപാടുള്ള ഈ സമൂഹം ജനത, ഇത്തഖദൂ മിൻ ദൂനിഹി, ആ റബ്ബിന് പുറമെ അവര് സ്വീകരിച്ചു ആലിഹത്തൻ, ഒരുപാട് ഇലാഹുകളെ. ആ ഇലാഹാര് അതവരുടെ ഹവക്കനുസരിച്ച് അവർക്ക് തോന്നുന്ന അവരുടെ തന്നിഷ്ടത്തിനനുസരിച്ചിട്ടുള്ളവരൊക്കെ സ്വീകരിക്കും. ചിലപ്പോ ഈ കല്ലിന് മനോഹരത തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കല്ലിനെ ചിലപ്പോൾ ഇലാഹാക്കി വരും, അത് ചിലപ്പോൾ മരച്ചാക്കി വരും, ചിലപ്പോൾ ഏതെങ്കിലും മഹാന്മാരാക്കി വരും, ചിലപ്പോൾ ഏതെങ്കിലും പ്രദേശങ്ങളാക്കി വരും, ചിലപ്പോൾ ഏതെങ്കിലും നദിയാക്കി വരും, ചിലപ്പോൾ ചില മരങ്ങളാക്കി വരും. അത് അവർക്ക് തോന്നുന്നതാണ്. അവരവരെ ഇലാഹ് സ്വീകരിക്കുന്നത് ഹവാഹു, അവന്റെ ഹവക്കനുസരിച്ചാണ്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു, ഹവക്കനുസരിച്ചിട്ട് ഇലാഹിനെ മാറ്റിക്കൊണ്ടിരിക്കും. ചിലപ്പോ ഒന്നിനൊരു ഇലാഹ്, വേറൊരു കാര്യത്തിനൊരു ഇലാഹ്, വിദ്യാഭ്യാസത്തിന് അറിവിനൊരു ഇലാഹ്, അതുപോലെ തന്നെ കാര്യങ്ങൾ നടത്താനൊരു ഇലാഹ്, മുടക്കാൻ വേറൊരു ഇലാഹ്, ഐശ്വര്യത്തിനൊരു ഇലാഹ്, കഷ്ടപ്പാടിനൊരു ഇലാഹ്, ഇങ്ങനെ തൊട്ടതിനൊക്കെ ഇലാഹാക്കുന്ന ഉണ്ടാകും. ഇങ്ങനെ ഇലാഹുകളെ, അള്ളാഹ്ക്ക് പുറമെ ഇലാഹുകളെ സ്വീകരിച്ച ഞങ്ങളുടെ ഈ കൗമ് അവർ അള്ളാഹ്ക്ക് പുറമെ ഒരുപാട് ഇലാഹുകളെ സ്വീകരിച്ചു. എന്നാൽ ആ ഇലാഹുകളെ സ്വീകരിക്കുമ്പോൾ ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, എന്തുകൊണ്ട് അതിന് വ്യക്തമായ ഒരു സുൽത്താൻ, ഒരു രേഖ, ഒരു പ്രമാണം, ഒരു ന്യായപ്രമാണം, ഒരു ന്യായവാദം എന്തുകൊണ്ട് അവർ കൊണ്ടുവരുന്നില്ല? അതിനവർക്ക് സാധ്യമല്ല. അപ്പോ രണ്ട് നിലക്കും ആ ഭാഗം അങ്ങോട്ട് അടച്ചു കളഞ്ഞു. നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത് എത്ര നിശിതമാണ്. ഖുർആനിൽ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന ശൈലി എത്ര നിശിതമാണ്. ലൂസല്ലല്ലോ, വളരെ കോമ്പാക്റ്റ് ആണ്, വളരെ ടൈറ്റ് ആണ്. ആദ്യം പറയുന്നു അള്ളാഹനെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ. അത് ദുആ ഇബാദത്താകാം, ദുആ മസ്അലത്താകാം, അത് അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യൂ. കാരണം അതിനുള്ള ന്യായം, അള്ളാഹാണ് റബ്ബ്, ഞങ്ങളുടെ റബ്ബ്, ആകാശങ്ങളുടെ റബ്ബ്, ഭൂമികളുടെ റബ്ബ്, മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും റബ്ബ്, ഖാലിഖ് അവനാണ്, മാലിക് അവനാണ്, മുദബ്ബിർ അവനാണ്. എങ്കിൽ അവന് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ വേറെന്തെങ്കിലും എന്നാൽ ഇത് തെറ്റിയിട്ട് അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുത്ത ആളുകൾ, അവർക്ക് എന്താണ് തെളിവ്? ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, ഒരു വ്യക്തമായ ഒരു രേഖ, ഒറ്റ രേഖ എന്തെങ്കിലും ഒന്ന് അവർക്ക് കൊണ്ടുവരാൻ കഴിയോ? ഇല്ല, അവർ കൊണ്ടുവരുന്നില്ല. ഒരു രേഖയുമില്ലാതെ, ഒരു തെളിവുമില്ലാതെ. ബാക്കി ഇതിനൊക്കെ പലതരം തെളിവുകൾ പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾ എല്ലാം അവർ പച്ചക്കള്ളം ചമച്ചുണ്ടാക്കി സ്വയം തൃപ്തിയടയാന്നല്ലാതെ അത് തെളിവല്ല. അപ്പൊ അങ്ങനെ ഒരു തെളിവും അള്ളാഹ് ഇറക്കിയിട്ടുമില്ല. അതേ സന്ദർഭത്തിൽ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ റബ്ബായ റുബൂബിയത്തിന്റെ ഉടമ ആരാണോ അവന് മാത്രമേ ഉലൂഹിയത്തിനും അവകാശമുള്ളൂ. ആർക്കാണോ രക്ഷാധികർത്തൃത്വമുള്ളത് അവന് മാത്രമേ ആരാധ്യതയ്ക്കും അവകാശമുള്ളൂ. ഇതാണല്ലോ സത്യം. അപ്പൊ അത് രണ്ട് ഭാഗത്തു നിന്നും അങ്ങനെ വെച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ഉലൂഹിയത്ത് സമർത്ഥിക്കുന്ന ഏറ്റവും മൗലികമായിട്ടുള്ള രീതി. എന്തുകൊണ്ട് അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യണം? കാരണം അള്ളാഹ് മാത്രമാണ് റബ്ബ്. സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ, ഉടമസ്ഥതയുടെ കാര്യത്തിൽ, നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ അവനെപ്പോലെ വേറൊരുത്തനില്ല. അല്ലെങ്കിൽ അവൻ ചെയ്യുന്നതിൽ അവനെ ഒരു പങ്കാളിയില്ല, അല്ലെങ്കിൽ അവനെ സഹായിക്കുന്ന ഒരാളില്ല, അല്ലെങ്കിൽ അവന്റെ അടുക്കൽ നിന്ന് ഈ കാര്യങ്ങൾ അവന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു ശിപാർശക്കാരനെ പോലുമില്ല. അങ്ങനെയുള്ള ഏകനായ റബ്ബ്, അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. എന്നാൽ മറ്റുള്ള ആളുകൾ അള്ളാഹ്ക്ക് പുറമെ വേറുള്ളവരെ ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ. ചിലർ ദുആ ചെയ്യുന്നു, ചിലർ ദുആ മസ്അലത്ത് ചെയ്യുന്നു, ചിലർ ദബ്ഹ് ചെയ്യുന്നു, ചിലർ വേറെ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നു. ആ ചെയ്യുന്നതിന് അള്ളാഹ് ഒരു സുൽത്താനും ഇറക്കിയിട്ടില്ല, ഒരു ബുർഹാനും ഇറക്കിയിട്ടില്ല, ഒരു ന്യായവാദവും അള്ളാഹ് അവർക്ക് ഇറക്കി കൊടുത്തിട്ടില്ല, ഒരു പ്രമാണരേഖയും അള്ളാഹ് ഇറക്കി കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരട്ടെ. എന്നിട്ട് പറയുന്നു ഫമൻ അളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. ഇതെല്ലാം ഈ ആയത്തുകളുടെ ഓരോ മുഫ്രദാത്തുകളും, അതിലെ ഓരോ ഫ്രൈസുകളും, നമ്മുടെ അഖീദന്റെ ഓരോ ഇൽമിന്റെ വലിയ ഒരു ലോകാണ്. ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ഒരു വല്ലാത്തൊരു വെയിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് ഈ രണ്ട് കാര്യങ്ങൾ
അത് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുന്നത് വമൻ അളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. ഈ ആളുകൾ അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അവരെന്താണ് അള്ളാഹ് അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ ഓരോ മുടന്ത ന്യായം കൊണ്ടുവരും. ആ ന്യായത്തിന്റെ സ്ഥിതി എന്താണ്? അത് പച്ചക്കള്ളമാണ്. ആ കളവ് അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ അവർ മാർക്കറ്റ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പേരിൽ പച്ചക്കള്ളം ആരോപിക്കുന്നവനേക്കാൾ ഏറ്റവും കടുത്ത അക്രമിയാരുണ്ട്? അതാണ് ഏറ്റവും വലിയ തെറ്റ്. അതാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം ഓരോ തെറ്റുകളുടെ ഓരോ ഗ്രേഡിൽ നിന്ന്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അതിൽ നിന്ന് വലുതിലേക്ക്, അതിൽ നിന്ന് വലുതിലേക്ക് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല വിശദീകരിച്ചതുപോലെ അതിലേറ്റവും അവസാനം പറഞ്ഞത് വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമു. അള്ളാഹുവിനെ കുറിച്ച് അവൻ നിങ്ങൾക്കൊരു രേഖയും ഇറക്കിയിട്ടില്ലാത്തത്, അവനെക്കുറിച്ച് ഒരു തെളിവും നിങ്ങൾക്ക് ഒരു രേഖയും ഒരു ന്യായം അവൻ ഇറക്കി തന്നിട്ടില്ലാത്തൊരു കാര്യത്തിൽ നിങ്ങളൊരു നുണണ്ടാക്കി അവന്റെ പേരിൽ പറയുന്നതാണ്. അത് ഏറ്റവും വലിയ തെറ്റ്. അത് ശിർക്കിനെക്കാളും വലുതാണ്. കാരണം അതിൽ ശിർക്കും ഉണ്ടാവും, ശിർക്കിന്റെ അപ്പുറം ഉണ്ടാവും. കാരണം ഇവിടുത്തെ ഉദാഹരണം തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. ആ നാട്ടുകാർ ദഖ്യാനൂസ് രാജാവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന നാട്ടുകാരും അവർ പലതരത്തിലുള്ള അസ്നാമുകളെയും ഔസാനുകളെയും ആരാധിക്കുന്നു. അവർ താകൂത്തുകൾക്ക് പലതരത്തിലുള്ള നേർച്ചകളും വഴിപാടുകളും ബലികളും ഒക്കെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് അവർക്ക് ഇതേമാതിരത്തെ തെളിവുണ്ട്. ആ തെളിവ് എന്താ? ആ തെളിവ് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന രൂപത്തിൽ അവർ പച്ചക്കള്ളം അള്ളാന്റെ പേരിലാണ്. അപ്പൊ അവർ ശിർക്ക് ചെയ്യുന്നു, പ്ലസ് അള്ളാന്റെ പേരിൽ കടുത്ത കള്ളം ആരോപിക്കുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ അത് ഏറ്റവും വലിയ തെറ്റായി തീർന്നു. അള്ളാഹിനെ പറ്റി പച്ചക്കള്ളം ആരോപിക്കുന്ന ഇവരെക്കാൾ വലിയ അക്രമി, അതിലും വലിയ ളുൽമ്. ശിർക്ക് ളുൽമുന്നാണ്. ഈദും കൂടി ചെയ്യുന്നുവെങ്കിൽ, ശിർക്കും ചെയ്യുന്നു, കള്ളവും ആരോപിക്കുന്നുവെങ്കിൽ വമൻ അളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിനേക്കാൾ, അള്ളാഹുവിന്റെ പേരിൽ കളവ് ആരോപിക്കുന്നവരെക്കാൾ ഏറ്റവും വലിയ ലാലിം അക്രമി വേറെ ആരുണ്ട്? ഇതാണ് അവർ ആ വിഷയത്തിൽ എടുത്തിട്ടുള്ള സ്റ്റാൻഡ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും സ്റ്റാൻഡ് ആയിരിക്കണം. സ്റ്റാൻഡ് ആവുക എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് വന്നാൽ പോരാ, അത് ജീവിതത്തിൽ ഉറക്കണം. റുബൂബിയ്യത്തിന്റെ മആനി, ആശയങ്ങൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കുക. അത് ശരിക്കത് ബോധ്യമാവുക. അതിന് നമ്മൾ ശരിക്ക് വിശ്വസിക്കുക. ആ റുബൂബിയ്യത്ത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാകയാൽ ഇബാദത്ത് അവന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അപ്പോൾ അതിനേക്കാളും വലിയ ബോധ്യവും അതിനേക്കാൾ വലിയൊരു നിർബന്ധമായിരിക്കും. എന്നാൽ വേറെ ആളുകൾ, അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവർ ചില ന്യായങ്ങൾ അതിന് പറയുന്നുണ്ടാകും. പക്ഷെ ആ ന്യായങ്ങൾ കെസിബാണ്. ആരെക്കുറിച്ചാണ് ആ കളവ് പറയുന്നത്? അള്ളാഹിനെ കുറിച്ചാണ്. അള്ളാഹിനെ കുറിച്ച് അവർ ശിർക്കും ചെയ്യുന്നു, എന്നിട്ട് ആ ശിർക്കിനെ ന്യായീകരിക്കാൻ അള്ളാഹിന്റെ പേരിൽ കള്ളത്തരവും ആരോപിക്കുന്നുവെങ്കിൽ അവരെക്കാൾ വലിയ അക്രമിയാരുണ്ട്? അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകാതെ, ശിർക്കെന്ന മുൽമിലേക്ക് പോകാതെ, അത്തഖബ്ബുലു അലല്ലാഹി വൽ ഇഫ്തിറാഉ അലല്ലാഹി, അള്ളാഹിനെ പറ്റി നുണ പറയലും അള്ളാഹിനെ കുറിച്ച് കളവാരോപിക്കുകയും ചെയ്യുക എന്ന ഏറ്റവും വലിയ മുൽമിലേക്ക് പോകാതെ ഈ റുബൂബിയ്യത്ത് അള്ളാഹ്ക്കാണെന്ന് അംഗീകരിക്കുന്നു, ഉലൂഹിയ്യത്ത് അള്ളാഹ്ക്കാണെന്ന് അംഗീകരിക്കുന്നു, അവന്റെ അസ്മാ സിഫാത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യുന്നു. ഇങ്ങനെ മുവഹിദായി ജീവിക്കുക എന്നതാണ് ശരി. അതാണ് അസ്ഹാബുൽ കഹ്ഫ്. അവരുടെ ഈ നിലപാടാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം. ഇന്നലെ 1-2 പാഠങ്ങൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് കിട്ടേണ്ട പാഠം ഇത് ഖാമൂ ഫഖാലൂ. അത് അവിടെയാണ്. അവരൊരു സ്റ്റാൻഡ് എടുത്തു, നിലക്കൊണ്ടു. ആ നിലപാട് അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. ഒന്ന്, റുബൂബിയ്യത്ത് അല്ലാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാകയാൽ ഉലൂഹിയ്യത്തും ആരാധ്യതയും അവന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ വേറെ ചില ആളുകൾ, വഴിതെറ്റിയ ആളുകൾ, അള്ളാഹ്ക്ക് പുറമെ മറ്റുള്ളവരെ ദുആ ചെയ്യുന്നുണ്ട്, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നവര് അവർ പറയുന്ന ന്യായമോ അത് ന്യായമല്ല, അത് തെളിവല്ല, മറിച്ച് അത് കെളിവാണ്, അള്ളാന്റെ പേരിൽ നടത്തുന്ന പച്ചക്കള്ളമാണ്. കാരണം അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ ആരെന്തൊക്കെ ശ്രമിച്ചാലും അതിന് അതിന് അള്ളാഹ് ഒരു ബുർഹാൻ ഇറക്കിയിട്ടില്ല. അള്ളാഹ് ഇറക്കാത്തൊന്ന് പിന്നെ ഇറക്കി എന്ന് പറയുന്നത് പച്ചക്കള്ളവുമാണ്. ഇവരുടെ മൗഖിഫാണ്, ഈ സ്റ്റാൻഡാണ്.
ഈ ചരിത്രത്തിൽ നിന്ന്, ചരിത്ര ശകലത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠം. അല്ലാതെ അവരെ പേര്, അവരെ 7 ആളുകളുടെയും പേരിങ്ങനെയാണ്, അവരോരോരുത്തരുടെയും ബാപ്പാന്റെ പേരിങ്ങനെയാണ്, അതുപോലെ തന്നെ ആ നായി എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയത് അവരിൽ ഒരാളുടെ വേട്ടയായിരുന്നു, അല്ല അവർ പോകുമ്പോൾ ഇടയ്ക്ക് വഴിയിൽ വെച്ചിട്ട് ഒരു വേട്ടക്കാരനെ കണ്ടിരുന്നു, വേട്ടക്കാരന്റെ കൂടെ ഉണ്ടായിരുന്ന നായി ഇവരെ കണ്ടപ്പോൾ ഇവരെ പിന്നാലെ പോയി. ഈ വിശകലനത്തിൽ പാഠങ്ങളില്ല. ഖുർആനിൽ അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്ന ഇത്തരം ചരിത്ര ശകലങ്ങളെല്ലാം അതിന്റെ രീതി, അതിന്റെ ഉസ്ലൂബ് പാഠത്തെ ബേസ് ചെയ്തിട്ടാണ്. ആ ചരിത്ര സത്യം നമുക്ക് നൽകുന്ന ഗുണപാഠം എന്താണോ ആ ഗുണപാഠത്തെ ബേസ് ചെയ്തിട്ടാണ് ആ എപ്പിസോഡ്, ആ പറയുന്ന ആ വിഷയത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ ഹശിവ്, അതിലുള്ള അത്യാവശ്യമല്ലാത്ത ആ പേര്, ഈ പേര്, അത് നടന്ന വർഷം എവിടെയാണ്, അത് നടന്ന എത്രാം ആണ്ടിലാണ് അത് നടന്നത്, അതുപോലെ തന്നെ ഏത് പ്രദേശത്താണ് നടന്നിരുന്നത്, അന്ന് അവിടെ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു, ഇതിനൊന്നും പ്രാധാന്യമല്ല. പ്രാധാന്യമില്ലാത്ത ഇത്തരം ഹശുവുകളിലേക്ക് അള്ളാഹു പോയില്ല. എന്നാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ടത് ഗുണപാഠങ്ങളാണ്. ആ ഇബറത്തുകൾ, ആ മൗഇദത്തുകൾ, അത് എത്ര കണിശായിട്ടാ പറഞ്ഞത്. നോക്കി നിങ്ങൾ, തൗഹീദിന്റെ വിഷയത്തിൽ അള്ളാഹ് 2 ഭാഗത്തുനിന്നും കൂടി ഇങ്ങോട്ട് ലോക്ക് ചെയ്തിട്ട് ശരിക്കും നിശിതമാക്കിയിട്ട് ആ കാര്യം നമ്മുടെ മുന്നിൽ വെച്ചു. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദാ ശതത. എന്നാ മറ്റൊരു ചെയ്യുന്നതോ, ഹൗലായ ഖൗമുൻ ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അവരെടുത്തിട്ടുണ്ട്, വേറുള്ളവർ ആരാധിക്കുന്നുണ്ട്. പക്ഷെ അതിന് ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, ഒരു ബയ്യനായ വ്യക്തമായ ഒരു തെളിവ് അവർക്ക് എന്തുകൊണ്ട് അവർ കൊണ്ടുവരുന്നില്ല? കൊണ്ടുവരിക എന്നുള്ളത് സാധ്യമല്ല, കാരണം അള്ളാഹ് ഇറക്കിയിട്ടില്ല. പിന്നെ അവർ പറയുന്ന മുടന്തൻ ന്യായങ്ങൾ എന്താണ്? അത് അൽ ഇഫ്തിറാഉ അലല്ലാഹ്, അള്ളാന്റെ പേരിലുള്ള കളവാണ്, തെറ്റും കുറ്റവും അള്ളാന്റെ പേരിൽ ആരോപിക്കൽ മാത്രമാണ്. ഇതാണ് അതിൽ നിന്ന് പിന്നെ നമുക്ക് നിൽക്കാനുള്ളത്. പിന്നെ അടുത്ത ആയത്തിൽ وَإِذْ اعْتَزَلْتُمُوهُمْ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ رَبُّكُم مِّن رَّحْمَتِهِ وَيُهَيِّئْ لَكُم مِّنْ أَمْرِكُم مِّرْفَقًا. ഈ സ്റ്റാൻഡ് എടുക്കുമ്പോൾ അത് എളുപ്പമല്ല. സത്യത്തിന്റെ വില വളരെ വലുതാണ്. സമനുഹു ബാഹിർ, സത്യം എന്ന് പറഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കണം. നമ്മൾ വിചാരിച്ച ചെറുതല്ല. സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലാ ഇന്ന സിലഅത്തല്ലാഹി ഗാലിയ അലാ വഹിയൽ ജന്ന. കാരണം നമുക്ക് ഇങ്ങോട്ട് നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനം, ചരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കടലയല്ല, അത് പരിപ്പല്ല, അത് മുന്തിരിയല്ല, ഒന്നുമല്ല. അത് കുറച്ച് വില കൂടിയ ഒരു പിന്നെ സിലഅത്താണ്, ചരക്കാണ്. ഏതാണ് ആ ചരക്ക്? അള്ളാന്റെ ചരക്ക് കുറച്ച് വില കൂടുതലാണ്. അതിന് ജീവന്റെയാണ് വില. അതിന് ജീവൻ കൊണ്ടാണ് വില കൊടുക്കേണ്ടത്. ജീവൻ കൊടുക്കാൻ, ജീവിതം കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് വാങ്ങാൻ പറ്റുള്ളൂ. ഏതാണ് അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് തരുന്നത്? അലാ ഇന്ന സിലഅത്തല്ലാഹി ഗാലിയ അലാ വഹിയൽ ജന്ന, അത് സ്വർഗാണ്. അതുകൊണ്ട് തന്നെ ഈ സംഗതിക്ക് നിൽക്കുമ്പോ ഇണം കണ്ടോട് ഇണങ്ങേണ്ടി വരും, പണം കണ്ടോട് പണങ്ങേണ്ടി വരും. അത് മുഫാറഖത്ത് നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ മുഫാറഖത്ത് ബിൽ അദിയാൻ മുഫാറഖത്ത് ബിൽ അബ്താൻ, ചിലപ്പോൾ ബദന കൊണ്ട്, ശരീരം കൊണ്ട് വേർപിരിയേണ്ടി വരും, ചിലപ്പോൾ ദീൻ കൊണ്ട് വേർപിരിയേണ്ടി വരും. അങ്ങനെ വൈദ് ഇഅ്തസൽതുമൂഹും, നിങ്ങൾ അവരെ വെടിഞ്ഞപ്പോൾ, വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ് വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ അവർ ആരാധിച്ചിരുന്ന വ്യാജ ദൈവങ്ങളെയും നിങ്ങൾ വെടിഞ്ഞപ്പോ. അവിടെ ഒരു വലിയ പാഠം കേട്ടോ. വഫീഹി ഫായിദത്തുൻ അദീമ യാ ഇഖ്വാൻ. ഹക്ക് നമ്മൾ പുണരുന്നു, ബാത്തിലിനെ നമ്മൾ ത്യജിക്കുന്നു, വർജിക്കുന്നു. ബാത്തിലിനെ നമ്മൾ ത്യജിക്കുക എന്ന് പറയുമ്പോൾ അതിന് 3 ലെവലുകളുണ്ട്. കിതാബ് തൗഹീദ് എടുക്കുന്ന കാലത്ത് നമ്മൾ വിശദീകരിച്ച് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. ഒന്ന്, ആ ശിർക്കിനെ വെടിയണം. ശിർക്കിനെ വെടിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ 3 ലെവല്. ആ ശിർക്ക് ചെയ്യുന്ന ജനങ്ങളെ വെടിയണം, ഓലെ ഒഴിവാക്കേണ്ടി വരും. അവര് ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാജ ദൈവങ്ങളെ വെടിയണം. അവരവർക്ക് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആരാധന മുറകൾ വെടിയണം. ഒരു കള്ളദൈവത്തെ ഒരാൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ അയാളോട് നമുക്ക് ദീനിയായിട്ട് പൂർണ്ണമായ മുഫാറഖത്ത് ആവശ്യമാണ്. മുഫാറഖ ബിൽ അബ്ദാൻ ബിൽ അദിയാൻ, ദീനിന്റെ ലെവലിൽ മൂപ്പരുമായിട്ട് നമ്മൾ പിരിയുന്നു. എങ്ങനെ പിരിയണം? അയാൾ ആരാധിക്കുന്ന വ്യാജ ദൈവത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല.
ആ വ്യാജ ദൈവത്തിന് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജാമുറകളുണ്ടല്ലോ, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്മൾ പിരിയണം. അതുപോലെ തന്നെ ആ വ്യാജ ദൈവത്തിന് തെറ്റായ ആരാധനകൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ നമ്മൾ പിരിയേണ്ടി വരും. ഈ 3 ഇതിൽ പറഞ്ഞു. വൈദ്യുമോഹം അവരെ നിങ്ങൾ വെടിച്ചപ്പോ, അപ്പൊ ആ തെറ്റിന്റെ ആളുകളെ, ഷിർക്കിന്റെ ആളുകളെ വെടിഞ്ഞു. വമായഅ്ബുദൂന ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ അവർ ഇബാദത്ത് ചെയ്തതിനെയും, ആ മാ എന്നുള്ളത് അമ്മാണ്, അതിന്റെ പരിധിയിൽ എന്തൊക്കെ പെടും? മായഅ്ബുദൂന ഇല്ലല്ലാഹ് എന്ന മഅ്ബൂദീങ്ങളും പെടും. ആ മഅ്ബൂദീങ്ങൾക്ക് അവർ സമർപ്പിച്ചിരുന്ന സൂവറുൽ ഇബാദത്തിന്റെ രൂപങ്ങളും മുറകളും പെടും. ആ മഅ്ബൂദീങ്ങളിൽ ഞങ്ങൾ വെടി. അവർക്ക് നിങ്ങൾ അവർക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ തെറ്റായ പൂജാമുറകൾ, ആരാധനാരൂപങ്ങൾ, അതും ഞങ്ങൾ വെടിയുന്നു, നിങ്ങളെയും ഞങ്ങൾ വെടിയുന്നു. ഇതാണ് ഹക്കും ബാത്തിലും തമ്മിലുള്ള വേർപിരിവ്. അതാണ് ആ ദീനിന്റെ ലെവലിലുള്ള വേർപിരിവ്. അങ്ങനെ നിങ്ങൾ വെടിഞ്ഞപ്പോൾ അവർ തന്നെ പരസ്പരം പറഞ്ഞു, ഇനി ഇവരോടൊക്കെ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഇനി നിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ ദീൻ ഇവർ അപകടത്തിലാക്കും, അല്ലെങ്കിൽ നമ്മളെ ഇവർ കൊന്നുകളയും. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ തീർത്തും വേറൊരു സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ അവർ നമ്മളെ കുഴപ്പത്തിലാക്കും, ഫിത്നയിലാക്കും. ഇത് സ്വീകരിച്ചതിന്റെ പേരിൽ ജീവിക്കാൻ വിടൂല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ അഭയം തേടുക ഇലൽ കഹഫ്, ആ ഗുഹയിലേക്ക്. യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മത്തിഹി, ആ ഗുഹയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങളുടെ റബ്ബ്, അവൻ നിങ്ങൾക്ക് വിരിച്ചു തരും, അവിടെ വിധാനിച്ചു തരും. എന്ത്? മിർ റഹ്മത്തിഹി, അവന്റെ കാരുണ്യം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെ കിട്ടും. അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകും. നിങ്ങൾ എന്താണോ ഭയപ്പെടുന്നത്, ഇവർ നിങ്ങളെ കൊല ചെയ്യുമെന്നുള്ളതല്ലേ, അവർ നിങ്ങളെ പീഡിപ്പിക്കുമെന്നുള്ളത് അല്ലേ, അതിൽ നിന്ന് അള്ളാഹ് നിങ്ങൾക്ക് രക്ഷ തരും. അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ അവിടെ ആ നിലക്ക് അങ്ങനെ മാറി നിന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും ഒക്കെ അള്ളാഹ് പുറത്തും തരും. വയുഹയ്യിഉ ലക്കും മിൻ അംരിക്കും മിർഫഖ, അവൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും. മിൻ അംരിക്കും, നിങ്ങളുടെ കാര്യത്തിന്, മിർഫഖ, വളരെ സുഖപ്രദമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരും. മിർഫഖ് എന്നുള്ളത് ആ വാക്കൊന്ന് പരിചയപ്പെടാൻ നല്ലതാണ്. കാരണം അറബി അറിയുന്ന കുറച്ച് ആൾക്കാർ കൂട്ടത്തിലുണ്ടാവും. റാ, ഫാ, ഖാഫ്, ഇതാണ് അതിന്റെ അടിസ്ഥാന അക്ഷരങ്ങൾ. അത് റിഫ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. റിഫ്ക് എന്ന് പറഞ്ഞാൽ ഒരു റിഫ്ക് വേണം എന്ന് പറയും. ചിലപ്പോ നമ്മളതിനൊരു ദയ വേണം, കനിവ് വേണം എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ സോഫ്റ്റ് ആകണം എന്ന് പറയും. എന്നുവെച്ചാൽ മറ്റേ ഏതൊരാൾക്കാണോ റിസ്ക് വരുന്നത് അയാൾക്ക് അത് സുഖപ്രദമായിട്ട് ഫീൽ ചെയ്യണം. സൗകര്യപ്രദമായി, കംഫർട്ടബിൾ ആയിട്ട് സുഖപ്രദമായി ഫീൽ ചെയ്യുന്ന, അതിനാണ് റിസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ സുഖപ്രദമായി തോന്നുന്ന സ്ഥലം, ഇടം, അതിന് മിർഫഖ് എന്ന് വന്നു. അപ്പൊ അതിന് നമ്മൾ ആധുനികമായ ഭാഷയിൽ പറയുമ്പോൾ അതിനാണ് നമ്മൾ പറയാ ഫെസിലിറ്റി എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക് യൂട്ടിലിറ്റീസ്, പബ്ലിക് ഫെസിലിറ്റീസ് എന്നൊക്കെ പറയും. ഇപ്പോ നമ്മൾ യാത്ര പോകുകയാണ്, അപ്പൊ ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഫ്രഷ് ആവണം, നമുക്ക് ബാത്റൂമിൽ പോകണം, ചിലപ്പോ ഒന്ന് കുളിക്കണം, ചിലപ്പോ ഒന്ന് ചായ കുടിക്കണം, ചിലപ്പോ ഒന്ന് വിശ്രമിക്കണം. അതിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സൗകര്യങ്ങൾ, അതിന് മറാഫിഖ് ആമ്മ, മോഡേൺ അറബിയിൽ അങ്ങനെയല്ലേ പറയാ, മറാഫിഖ് ആമ്മ, പബ്ലിക് യൂട്ടിലിറ്റി. കാരണം വേറെ കുറെ ബുദ്ധിമുട്ടുകളുമായിട്ട്, കുറെ തരത്തിലുള്ള പ്രയാസങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്ക് ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കംഫർട്ട് ആകാനുള്ള സ്റ്റേഷനാണ്. അതുകൊണ്ട് പബ്ലിക് യൂട്ടിലിറ്റി എന്ന് പറയും. അതന്നെയാണ് അതിന്റെ വാക്ക്, അതാണ്. അപ്പൊ അവർക്കെല്ലാം സുഖപ്രദമായി തോന്നാവുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അന്തരീക്ഷം ഒരുക്കി തരും. ആ ഗുഹയിലേക്ക് പോയിക്കോളൂ, അവിടെ ഒന്നുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടൂല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിങ്ങൾക്ക് സുഖപ്രദമാക്കി വിധാനിച്ചു തരും. യുഹയ്യിഉ ലക്കും മിൻ അംരിക്കും, നിങ്ങളുടെ കാര്യം, അവിടെ നിങ്ങളുടെ കാര്യം എന്താണോ ആ കാര്യത്തിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതെ എല്ലാം നിർഫഖായിട്ട് സുഖപ്രദമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരുക്കി തരും. അങ്ങനെയാണ് അവർ ആ ഗുഹയിലേക്ക് പോകുന്നത്. ആ ഗുഹയിലേക്ക് അവർ പോയപ്പോൾ ഒരൊറ്റ ആയത്ത് കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, നീണ്ടു പോകുന്നു എന്ന് എനിക്കറിയാം. എന്നാലും വതറ ശംസ ഇദാ തലഅത് തസാവറു അൻ കഹ്ഫിഹിം ദാതൽ യമീൻ وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. സമയം വളരെ ദീർഘിച്ചു, അത് കുറച്ച് പറയേണ്ടതുമാണ്. ഒരു മലയിലാണ്, ആ മലയിൽ ഒരു ഗുഹയിലാണ്. ആ ഗുഹയുടെ പൊസിഷൻ ഇന്നോടത്താണ് എന്ന് അള്ളാഹ് പറഞ്ഞുതരാം. പക്ഷേ
അവിടെ വരുന്ന അവർക്ക് അള്ളാഹു മിർഫക്ക് കൊടുത്ത, ദുനിയാവിൽ അള്ളാഹ് അവർക്ക് മിർഫക്ക് കൊടുത്ത, സുഖപ്രദമായി കാര്യങ്ങൾ വിധാനം ചെയ്തു കൊടുത്തത് പറഞ്ഞതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അത് വടക്ക് ഭാഗത്താണ്. നമ്മൾ ദിശ പറയുമ്പോൾ, ഡയറക്ഷൻ പറയുമ്പോൾ നോർത്ത്, അതുപോലെ തന്നെ നോർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, ഇങ്ങനെ നമ്മൾ പറയാലോ. ആ ഇതിൽ നോർത്തിലാണ്, വടക്ക് ഭാഗത്താണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഗുഹയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആ ഗുഹ അത് നോർത്തിലാണ്. പിന്നെ അതിന്റെ വലതു ഭാഗത്തേക്ക് ഗുഹയിലേക്ക് ചെല്ലുമ്പോൾ വലതു ഭാഗം എന്ന് പറയുന്നത് കിഴക്കായിരിക്കും, ഇടതു ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് പിന്നെ പടിഞ്ഞാറായിരിക്കും. പിന്നെ ആ ഗുഹയിലേക്ക് ചെല്ലുന്ന ഒരാളുടെ പിൻഭാഗം എന്ന് പറയുന്നത് അത് സൗത്ത് ആയിരിക്കും. ഇങ്ങനെയാണ് അതിന്റെ കിടപ്പ് കിടക്കുന്നത്. അതെങ്ങനെ ഇതിന് കിട്ടുന്നത്? അത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വസ്തുത വെച്ചിട്ട് ഇനി ആയത്ത് നിങ്ങൾ വെച്ച് നോക്കൂ. ഇതാ തറശംസ, സൂര്യനെ നിനക്ക് കാണാം. ഇതാ തൊലാസ്, അതിങ്ങനെ ഉദിച്ചു ഉയർന്നു വരുന്ന സമയത്ത് തസാവറു അൻ കഹ്ഫിഹിം ദാത്തൽ യമീൻ, അവരുടെ ഗുഹയിൽ നിന്ന് വലതു ഭാഗത്തേക്ക് അതിന്റെ ഷെയ്ഡ് ഉദിച്ചു വരുമ്പോ നീണ്ട നിഴലാണ് ഉണ്ടാകുക, വെയിൽ എല്ലായിടത്തും കൊള്ളും. പിന്നെ അതിന്റെ നിഴല് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും. തസാവറു എന്ന് പറഞ്ഞാൽ ഐ തതഖല്ലസു, ചുരുങ്ങി വരും നിഴല്. ആ വെയില് ആദ്യം ഗുഹന്റെ ഉള്ളിലേക്ക് എത്തുന്നു, പിന്നെ അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എങ്ങോട്ട്? വലതു ഭാഗത്തേക്ക്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്നു, ഗുഹയുടെ മുഖം എന്ന് പറയുന്നത് വടക്ക് ഭാഗത്താണ്. അപ്പൊ സ്വാഭാവികമായും ആ ഗുഹയിലേക്ക് ഉദിച്ചു വരുന്ന സമയത്ത് കുറച്ച് നല്ലോണം വെളിച്ചം വരും. പിന്നെ സൂര്യൻ ഇങ്ങനെ മുകളിലേക്ക് കയറും തോറും അതിന്റെ ആ നിഴല് അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വന്നിട്ട് ഗുഹയിൽ നിന്ന് അതിങ്ങനെ പച്ചൻ പുറത്തേക്ക് ഇറങ്ങും. വൈദാ ഗറബത്, സൂര്യൻ ഗുറൂബിലേക്ക് പോയാൽ, അസ്തമയത്തിലേക്ക് പോയാൽ, തഖ്രിദുഹും ദാത്ത ശിമാൽ, അതെന്ത് ചെയ്യും? അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരും. അതിങ്ങനെ പിന്നെ തഖ്രിദുഹും ദാത്ത ശിമാൽ, ഷിമാലിന്റെ ഭാഗത്തേക്ക്, ഇടതു ഭാഗത്തേക്ക് അതിങ്ങനെ നീണ്ട് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ച് ഇങ്ങനെ അങ്ങോട്ട് വരും. അപ്പൊ രണ്ടു നേരത്തും നല്ല ബ്രിസ്ക് സണ്ണി അഥവാ നല്ല നല്ല തീക്ഷണമായ വെയിലുള്ള സമയത്ത് ഗുഹയില് വെയിലില്ല. എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ള വെയിലാണെങ്കിലോ ആ വെയില് രാവിലെയും അവർക്ക് കിട്ടുന്നുണ്ട്, വൈകുന്നേരത്തും അവർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടും കിഴക്കുന്നും പടിഞ്ഞാറുന്നും വരുമ്പോ നേർക്ക് നേരെ ഇവരുടെ ശരീരത്ത് കൊള്ളുന്നുമില്ല. വഹും ഫീ ഫജുവത്തിൻ മിൻ, അവരാണെങ്കിലോ അവരവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരവിടെ വിശ്രമിക്കുന്നത്, അവരവിടെ കിടക്കുന്നത് ഫജുവത്തിലാണ്. ഈ രണ്ട് വെയിലും നേർക്കുനേരെ കൊള്ളാതെ, എന്നാൽ വെയിലും വെളിച്ചവും എല്ലാം എവിടെ കിട്ടുന്നുണ്ട്? ഗുഹയിൽ കിട്ടുന്നുണ്ട്. ഉദിക്കുന്ന വെയിലും കിട്ടുന്നുണ്ട്, അസ്തമിക്കുന്ന വെയിലും കിട്ടുന്നുണ്ട്. തീക്ഷണമായ വെയിൽ ഗുഹയിലോട്ട് കൊള്ളുന്നുമില്ല. ഇങ്ങനെ അവർ ഫജുവത്ത് എന്ന് പറഞ്ഞ ഒരു നല്ല വിശാലമായ ഒരു ഗ്യാപ്പിലാണ് പറയാ. ഫജുവ ഐ മുത്തസ്യ, കുറച്ച് വിശാലമായിട്ടുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്, അതിൽ അവരടങ്ങാറാകുന്നില്ല. അപ്പൊ രാവിലത്തെ വെയിലും വൈകുന്നേരത്തെ വെയിലും കിട്ടുന്നു, ഇഷ്ടം പോലെ കാറ്റ് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗുഹയുടെ ഉള്ളിൽ ഒരിക്കലും അന്തരീക്ഷം ദുഷിക്കുന്നില്ല. ആവശ്യത്തിനുള്ള സൺലൈറ്റ് കിട്ടുന്നുണ്ട്, രാവിലെ കിട്ടുന്നുണ്ട്, വൈകുന്നേരത്ത് കിട്ടുന്നുണ്ട്. എന്നാൽ ശരീരത്തിൽ സൺലൈറ്റ് കിട്ടിയിട്ട് അവര് ബുദ്ധിമുട്ടായി പോകുന്ന ഒരു സ്ഥിതിയും അവർക്കില്ല. ദാലിക മിൻ ആയാത്തില്ല, ഇത് അള്ളാന്റെ ദൃഷ്ടാന്താണ്. ആ നിരക്ക് സംവിധാനിച്ചു വെച്ചതാണ്. അത്ര കറക്റ്റ് പൊസിഷനിലാണ് വെച്ചത്. കാരണം അവർക്ക് അവിടെ കഴിച്ചു കൂട്ടാനുള്ള കുറച്ച് ദീർഘമായ കാലയളവാണ്. അപ്പൊ അവർക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതിനുള്ള ഒരു അന്തരീക്ഷം അള്ളാഹു ഒരുക്കിയത് ഇങ്ങനെയാണ്. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി, അള്ളാഹ്ക്ക് നേർവഴി കാണിച്ചോ ഓന് ഹിദായത്ത് കിട്ടി. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദ, അള്ളാഹു ഒരുത്തനെ പഠിപ്പിച്ചോ അവന്റെ ഒരു വലിയ രക്ഷാധികാരിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അവന് പിന്നെ സന്മാർഗം നൽകുന്ന, അവന് നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഒരുത്തനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെ ആ ഗുഹയിൽ അവരെത്തി. ഇതാണ് അവരെ മിർഫക്ക്. അപ്പൊ അതിന്റെ മിർഫക്ക് ഇങ്ങനെയാണ്. അള്ളാഹ് സുഖപ്രദമായ ഒരു സ്ഥാനം അവർക്കൊരുക്കി തരും റഹ്മത്തിൽ നിന്ന്. അവന്റെ റഹ്മത്തിൽ നിന്ന് മിർഫക്കായ, നിങ്ങളുടെ കാര്യങ്ങളിൽ മിർഫക്കായ സുഖപ്രദമായ ഒരു അവസ്ഥ അള്ളാഹു ഒരുക്കി തരും. അവർക്ക് 300 ചില്ലാനം വർഷം താമസിക്കാനുള്ള മിർഫത്ത് അള്ളാഹു ഒരുക്കിയത് ഇങ്ങനെയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.